കൊട്ടിയൂർ മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതിയായില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി തവണയാണ് കാട്ടാന ജനവാസ മേഖലയിലെത്തുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത്. തുടരെയുള്ള കാട്ടാന ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊട്ടിയൂരിലെ ജനങ്ങൾ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി തവണയാണ് കാട്ടാന ജനവാസ മേഖലയിലെത്തുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാന പ്രദേശത്തെത്തി. ബാവലിപ്പുഴയും വൈദ്യുതി വേലിയും കടന്ന കാട്ടാന മലയോര ഹൈവേക്ക് സമീപമാണ് എത്തിയത്. രാത്രി തന്നെ മണത്തണ സെക്ഷനിലെയും കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലെയും ജീവനക്കാർ ചേർന്ന് ആനയെ വനത്തിലേക്ക് തുരത്തി. കൊട്ടിയൂർ വെസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ, കൊട്ടിയൂർ വന്യജീവി സങ്കേതം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തി. തകർന്ന വൈദ്യുതി വേലി വനപാലകർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി വൈദ്യുതി വേലി തകർത്ത കാട്ടാന ജനവാസ മേഖലയിലെത്തുന്നത് കൊട്ടിയൂരിലെ ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ആനശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നും ഇന്നലെയും നാളെ തുടങ്ങുന്ന കേസൊന്നുമല്ല. ഇതിപ്പോൾ നിരന്തരമുള്ള ശല്യമാണ്. അതിനെപ്പറ്റി ദിവസങ്ങളോളായിട്ട് ഇപ്പോൾ ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയി കഴിയുന്ന സമയത്ത് ഇവിടെ നിരന്തര ശല്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം പല സ്ഥലങ്ങളിലും പല ആൾക്കാരോടും ഇതിനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ അതൊന്നും ആനയ്ക്കൊരു വിഷയമുള്ള കേസൊന്നും അല്ല. അവരതൊക്കെ അടിച്ചു പറിച്ചിട്ടാണെങ്കിലും അവർ കയറി പോരും. പിന്നെ അതുപോലെ ഇപ്പോൾ ആറളത്ത് നടക്കുന്ന അതേ കണ്ടീഷൻ തന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇവിടെ കണ്ടപ്പന ഏരിയയിലൊക്കെ ഇതിലൂടെ 2-3 പ്രാവശ്യം വന്നായിരുന്നു. വന്ന് ഇപ്പോൾ ജനങ്ങളെല്ലാം എണീറ്റിരുന്നു. പിന്നെ അവർ രാത്രിക്കും പകലെല്ലാം നോക്കിയിരുന്നത് അവരെ ഓടിച്ച് എല്ലാം ഇവിടെ ആക്കി അവർ ജീവിക്കുന്നു. പക്ഷേ രാത്രിക്ക് ഉറങ്ങാൻ പോലും വെച്ചാൽ ഇപ്പം രാത്രിക്ക് ഏത് സമയത്ത് വരുന്നത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. രാത്രി പ്രദേശത്ത് പട്രോളിംഗ് നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിരന്തരമായുള്ള കാട്ടാന ശല്യത്തിനെതിരെ ഉടൻ തന്നെ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.